മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട മത്സരങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എവർട്ടനെതിരെ 2-2 സമനില വഴങ്ങി. മറ്റൊരു മത്സരത്തിൽ ചെൽസി 2-1 ആസ്റ്റൺ വില്ലക്കെതിരെ പരാജയപ്പെട്ടു. അപ്പൊ കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ മാച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് യുണൈറ്റഡിന് പറ്റിയതെന്ന് കഴിഞ്ഞ കുറെ മത്സരങ്ങളായിട്ട് നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഫസ്റ്റ് ഹാഫിൽ 2 ഗോളുകൾക്ക് എവർട്ടനെതിരെ പിറകു പോയി. സെക്കൻഡ് ഹാഫിൽ 2 ഗോൾ അടിച്ച് എങ്ങനെയൊക്കെയോ സമനിലയിലേക്ക് എത്തി എന്ന് പറയേണ്ടി വരും. സമനില ബെറ്റർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, തോൽവിയേക്കാളും ബെറ്റർ ആണ്. പക്ഷേ ഈ മാച്ച് ഒന്നും ജയിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഏത് മാച്ചാണ് ജയിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. കളി തുടങ്ങി 9-ാം മിനിറ്റിൽ തന്നെ ബെറ്റോയുടെ ഒരു കിടില ഫിനിഷോടെ 1-0 ലീഡിലേക്ക് എവർട്ടൺ എത്തുകയാണ്. പിന്നീട് 1-2 ഡിഫൻസീവ് മിസ്റ്റേക്കുകൾ നമ്മൾ യുണൈറ്റഡിന്റെ സൈഡിൽ നിന്ന് കണ്ടു. ശരിക്കും പറഞ്ഞാൽ ഹാരി മെഗ്വയർ ക്ലിയർ ചെയ്യേണ്ട ഒരു ബോളായിരുന്നു സെക്കൻഡ് ഗോളിലേക്ക് വഴിവെച്ചത്. ഡിക്കോറെ ഈ ഓപ്പർച്യൂണിറ്റി ഹൈജാക്ക് ചെയ്തു. അങ്ങനെ 33-ാമത്തെ മിനിറ്റിൽ 2 ഗോളിന്റെ ലീഡിലേക്ക് എവർട്ടൺ എത്തുകയാണ്. ഇവിടെ എടുത്തു പറയേണ്ട 3-4 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒഫൻസീവില് സിക്സെ ആയാലും ഹോയ്ലാൻഡ് ആയാലും വളരെ മോശം പെർഫോമൻസ് ആണ് ഇന്ന് കാഴ്ചവെച്ചിട്ടുള്ളത്. 60 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ സിക്സയ്ക്ക് ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമായിരുന്നു. പലപ്പോഴും കമന്ററി കേൾക്കുമ്പോൾ നമ്മൾ കേൾക്കുന്നത് സിക്സയ്ക്ക് ബോൾ കിട്ടി, സിക്സയുടെ കയ്യിൽ നിന്ന് ബോൾ ലൂസായി, ഹോയ്ലാൻഡിന് ബോൾ കിട്ടി, ഹോയ്ലാൻഡിന്റെ കയ്യിൽ നിന്ന് ബോൾ ലൂസായി. ഈ ഒരു വാചകങ്ങളാണ് കമന്ററി നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ഇപ്പൊ സ്റ്റാറ്റൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരു ടീമുകളും 9ഓളം ഓപ്പർച്യൂണിറ്റികൾ ക്രിയേറ്റ് ചെയ്തു. പക്ഷേ 8 ഷോട്ടുകൾ ടാർഗറ്റിലേക്ക് എത്തിക്കാൻ എവർട്ടന് സാധിച്ചു. ഇവിടെ യുണൈറ്റഡിന് 3ഓളം ഷോട്ടുകൾ മാത്രമേ ടാർഗറ്റിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞുള്ളൂ. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ 1-2 ഹാഫ് ചാൻസുകളൊക്കെ യുണൈറ്റഡിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നല്ല രീതിയിൽ തന്നെ അത് സേവ് ചെയ്യാൻ എവർട്ടന് കഴിഞ്ഞു. അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ 2 ഗോളിന്റെ ലീഡോടെ എവർട്ടൺ മുമ്പിൽ എത്തുകയും ചെയ്തു. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴാണ് യുണൈറ്റഡിന്റെ സൈഡിൽ നിന്ന് ഗോളുകൾ വരുന്നത്. ഇവിടെ ഇൻഡിവിജ്വലി ബ്രില്യൻ്റ് ആയിട്ടുള്ള 2 ഗോളുകളാണെന്ന് എടുത്തു പറയണം. ബ്രൂണോ ഫെർണാണ്ടസ് ഒരു ഫ്രീ കിക്കിൽ നിന്ന് കിട്ടിയ ഓപ്പർച്യൂണിറ്റി ഒരു അടിപൊളി ഷോട്ടോടെ കൺവേർട്ട് ചെയ്യുന്നു. 72-ാമത്തെ മിനിറ്റിൽ 2-1 യുണൈറ്റഡ് കളിയിലേക്ക് തിരിച്ചു വരികയാണ്. അധികം വൈകാതെ 80-ാമത്തെ മിനിറ്റിൽ ഉഗാട്ടിയുടെ മറ്റൊരു ഗോൾ വരുന്നു. ഇതും ഒരു കിഡിലം ഷോട്ടായിരുന്നു. ബോള് കറക്റ്റ് ആയിട്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കോർണറിലേക്ക് പോയി. ഗോൾ കീപ്പർക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ 80 മിനിറ്റ് കഴിഞ്ഞപ്പോൾ 2-2 എന്നുള്ള സ്കോറിലേക്ക് കാര്യങ്ങൾ എത്തി. ഡിഫൻസിന്റെ കാര്യം പറയേണ്ടതുണ്ട്. മഗ്വയർ സോളിഡ് ആയിരുന്നു, പക്ഷേ 1-2 മിസ്റ്റേക്കുകൾ പുള്ളിയുടെ സൈഡിൽ നിന്നുണ്ടായിരുന്നു. ഒഫൻസീവിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ചാൻസുകളൊന്നും കൺവേർട്ട് ചെയ്യാൻ യുണൈറ്റഡിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. അവസാനം കളി ഇഞ്ചുറി ടൈമിലേക്ക് പോയി. അവിടെ മറ്റൊരു ഡ്രാമ ഉണ്ടായിരുന്നു എന്ന് പറയേണ്ടി വരും. ആഷ്ലി യങ് പോസ്റ്റിൽ വെച്ചിട്ട് ഫൗൾ ചെയ്തതായിട്ട് അഭിനയിക്കുന്നു. ഓൺഫീൽഡ് റഫറി അത് പെനാൽറ്റി കൊടുത്തു. പിന്നീടാണ് മനസ്സിലായത് പുള്ളിയെ പറകോട്ട് വലിച്ചിട്ട് പുള്ളി മുമ്പോട്ട് ചാടിയാണ് വീണത്. വളരെ വ്യക്തമായിരുന്നു അതൊരു ഡൈവാണ്. അങ്ങനെ വാർ ഇന്റർവ്യൂ ചെയ്ത് ആ പെനാൽറ്റി റിവേർട്ട് ചെയ്തു. അല്ലെങ്കിൽ എവർട്ടൺ ജയിക്കേണ്ട ഓപ്പർച്യൂണിറ്റി ഈ ഇഞ്ചുറി ടൈമിൽ അവർക്ക് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫിന്റെ ആദ്യഘട്ടത്തിലൊക്കെ എവർട്ടൺ തന്നെയാണ് കൂടുതൽ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നത് അമോറത്തെ പുറത്താക്കുക എന്നുള്ള ഒരുപാട് കരച്ചിലുകളൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷേ പുള്ളിയെ പുറത്താക്കിക്കൊണ്ട് മാത്രം ഈ പ്രശ്നങ്ങളൊന്നും അവസാനിക്കുന്നില്ല. കാരണം കഴിഞ്ഞ കുറെ മാച്ചുകളായിട്ട് ഈ ഒരു പ്രശ്നം എക്സ്പോസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പ്ലേയേഴ്സിന്റെ സൈഡിൽ നിന്ന് ഒരുപാട് ചാൻസുകളൊന്നും ഒഫൻസീവില് വരുന്നില്ല. മറ്റൊരു മത്സരത്തിൽ ചെൽസി ഫസ്റ്റ് ഹാഫിൽ 1-0 ലീഡിലേക്ക് എത്തിയെങ്കിലും സെക്കൻഡ് ഹാഫിൽ 2 ഗോളുകൾ വഴങ്ങി 2-1 പരാജയപ്പെട്ടു. പെൻസോയുടെ ഒരു കിടിലൻ ഗോളോടെയാണ് പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ വിചാരിച്ചു ചെൽസി കൂളായിട്ട് ജയിക്കും. പെഡ്രോ നെറ്റോ ആണ് ഒഫൻസിൽ ഇറങ്ങിയിട്ടുള്ളത്. പുള്ളിയുടെ സൈഡിൽ നിന്ന് 1-2 ചാൻസുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. പക്ഷേ ഫൈനൽ തേർഡിൽ ഒരുപാട് മിസ് ചാൻസുകൾ ചെൽസിയുടെ സൈഡിൽ നിന്ന് ഉണ്ടായിരുന്നു. അങ്ങനെ ആസ്റ്റൺ വില്ല നല്ല രീതിയിൽ തന്നെ കളിക്കുന്നുണ്ടായിരുന്നു. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ റാഷ്ഫോർഡിന്റെ പെർഫോമൻസ് എടുത്തു പറയുന്നുണ്ട്. പുള്ളി ഇന്ന് നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് കൊണ്ടുവന്നു. ഒരു അസിസ്റ്റ് അടക്കം പുള്ളിയുടെ സൈഡിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ ബെറ്റർ ആയിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴാണ് ഒരുപാട് ടേൺ ആൻഡ് ട്വിസ്റ്റ് ഒക്കെ നടക്കുന്നത്. ഇവിടെ അസെൻസിയോ ഈ ജനുവരി വിൻഡോയിൽ സൈൻ ചെയ്തിട്ടുള്ള അസെൻസിയോ 2 ഗോളുകൾ അടിച്ചുകൊണ്ട് ശരിക്കും പറഞ്ഞ ആസ്റ്റൺ വില്ലയെ വിജയത്തിലേക്ക് എത്തിച്ചു എന്ന് പറയേണ്ടി വരും. സെക്കൻഡ് ഗോളൊക്കെ ഗോൾ കീപ്പറുടെ ബ്ലണ്ടർ ആണെന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം ഏതൊരു ഗോൾ കീപ്പറും ഈസി ആയിട്ട് സേവ് ചെയ്യേണ്ട
ഒരു ചാൻസ് ആയിരുന്നു. പക്ഷേ ഗോൾ കീപ്പർ കൈയിനിടയിലൂടെ ആ ബോള് വലയിലേക്ക് എത്തിക്കാൻ അനുഭവിച്ചു എന്നുള്ളതാണ്. അതിൽ ചെൽസി പ്ലേയേഴ്സിന് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഇവിടെ എടുത്തു പറയേണ്ടത് നമ്മൾ കഴിഞ്ഞ കുറെ മത്സരങ്ങളായിട്ട് കാണുന്ന ഇൻഡിവിജ്വൽ ബ്രില്യൻ്റ് ആയിട്ടുള്ള കുറച്ച് പെർഫോമൻസുകൾ ഉണ്ടായിരുന്നു. കൈസീഡോ നന്നായിട്ട് കളിച്ചു, എൻസോയുടെ പെർഫോമൻസ് ഡീസൻ്റ് ആയിരുന്നു. പക്ഷേ കിട്ടിയ ചാൻസുകൾ കൺവേർട്ട് ചെയ്യുന്നില്ല, പ്രഡിക്റ്റബിൾ ആയിട്ട് മുമ്പോട്ട് പോകുന്നു, ഡിഫെൻസീവലി വൾണറബിൾ ആണ് എന്നുള്ള സിറ്റുവേഷൻ ഇപ്പോഴും ചെൽസിക്കുണ്ട്. ഇതൊക്കെ അവരെ പിറകിലോട്ട് വലിച്ചു എന്ന് പറയേണ്ടി വരും. ഇത് കൃത്യമായിട്ട് മുതലാക്കാൻ ആസ്റ്റൺ വില്ലക്ക് കഴിയുകയും ചെയ്തു. അങ്ങനെ മരസ്കയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് കാര്യങ്ങൾ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെൽസിക്കേറ്റ മറ്റൊരു തിരിച്ചടിയാണ് ഇതെന്ന് പറയാതിരിക്കാൻ വയ്യ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.